എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ദേവിക്ക് ഇവിടുന്ന് മാറി നിൽക്കുക തന്നെ വേണം. അതിനാദ്യം നന്ദനെ ഇവിടുന്ന് മാറ്റണം. അത് വരാൻ പോകുന്ന അത്യാഹിതങ്ങളെക്കുറിച്ചാ സിദ്ധു ഞാൻ ആലോചിക്കുന്നത്. മീര, ദേവികയോട് മീര അങ്ങനെ ചെയ്യുമെന്നാണോ ചോദ്യം? ചെയ്യും സിദ്ധു. അത്രയ്ക്ക് ദേഷ്യമുണ്ട് ദേവികയോട്. മീര ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമെന്ന് നമ്മൾ കരുതിയോ? ഇതിപ്പോ മീര തന്നെ വിളിച്ചു പറഞ്ഞില്ലേ. സിദ്ധു നന്ദനോടും ദേവികയോടും ഒന്ന് സംസാരിക്കേ. സിദ്ധു, അവരൊന്നും തീരുമാനിക്കില്ല. സിദ്ധു തന്നെ തീരുമാനം എടുക്കണം. സിദ്ധു അവരോട് പറഞ്ഞ അവരനുസരിക്കും. സിദ്ധു അവരുടെ കാണപ്പെട്ട ദൈവമാണ്. നന്ദൻ പറഞ്ഞ ദേവിക കേൾക്കും. സിദ്ധു പറഞ്ഞ നന്ദനും ദേവികയും അനുസരിക്കും. സിദ്ധു അവരോട് ഉറപ്പിച്ചു പറയണം കേട്ടോ. നന്ദാ, എന്താ ജാനകി വിളിച്ചിരുന്നു. മീരെ ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ചെയ്യട്ടെ, അനന്ത. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവണമെന്നാ പറഞ്ഞേ. രാത്രി മുതൽ ഒരു ബാക്ക് പെയിൻ. കുറെ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടോ അല്ലേ. ബാക്ക് പെയിൻ ആണെങ്കിൽ അമ്മ റെസ്റ്റ് ചെയ്തോ. രജനീച്ചുണ്ടല്ലോ അവിടെ, അവര് വന്നോളൂ. ഡിസ്ചാർജ് ചെയ്യുമ്പോ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരാൾ അവിടെ വേണം. എന്നുവെച്ചാ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർമാര് പറയും. ബില്ലിന്റെ സെറ്റിൽമെന്റ്, മുറിയിന്ന് ബാഗും മറ്റും കാറിലേക്ക് എടുക്കണം, പേഷ്യന്റിനെ വാഹനത്തിലേക്ക് എത്തിക്കണം. രജനിയെ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നും നടക്കുകയില്ല. പിന്നെന്ത് ചെയ്യാനാ? എനിക്ക് പകരം ആശുപത്രിയിലേക്ക് നീ ഒന്ന് പോണം. ആശുപത്രിയിൽ ഞാൻ പോണോന്നോ? എനിക്കൊന്നും പോകാൻ പറ്റില്ല. നീ പോവില്ലെന്നോ? ഈ വീട്ടിലെ കുട്ടിയാ അവള്. ഏത് വീട്ടിലെ കുട്ടിയോ ആവട്ടെ, എനിക്ക് പോകാൻ പറ്റില്ല. പറ്റില്ലെന്ന് വെച്ചാ പറ്റില്ല. നീ കാരണം അവൾക്ക് ഇതൊക്കെ സംഭവിച്ചത്. എന്നിട്ടിപ്പോ ഒഴിഞ്ഞു മാറുന്നോ? ആ, ഞാൻ കാരണമാണെങ്കിലേ അവളോട് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ. ഞാൻ കോടതി പറഞ്ഞോളാം. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണല്ലേ? അവൾ ആശുപത്രിയിലായപ്പോ സാമാന്യ മര്യാദ അനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. അത് തീർന്നു. പിന്നെ അവൾ ഇവിടെ വന്നാ എന്തോ ഭൂകമ്പം ഉണ്ടാക്കുന്നുള്ള കാര്യം അവൾ വരട്ടെ, ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അത് താലി കെട്ടിയ പെണ്ണിനെ കുറിച്ച് അവൻ പറയുന്നത് കേട്ടില്ലേ? 2 ദിവസം പോയി അന്വേഷിച്ചതോടെ അവന്റെ ഉത്തരവാദിത്വം തീർന്നുവെന്ന്. ആര് താലി കെട്ടിയെന്ന്? ഞാൻ അവളുടെ കഴുത്തില് എന്തിനാ താലി കെട്ടിയത്? ആർക്ക് വേണ്ടിട്ടാ? അതമ്മയെന്ന് പറഞ്ഞേ. നാഴികയ്ക്ക് 40 വട്ടം താലി കെട്ടി എന്ന് പറഞ്ഞാ അവൾ എന്റെ ഭാര്യ ആവോ? പറയാമേ. നന്ദു, വേണ്ട. വേണം. എത്ര വെച്ചാ ക്ഷമിച്ചിരിക്കുന്നത്? നീ എന്ത് ക്ഷമിച്ചെന്നാ? നന്ദു, നന്ദു ആശുപത്രി പോണം. ദേവി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ പോവില്ല. നന്ദു പോണം. ആന്റി പറഞ്ഞതാ ശരി. ഈ വീട്ടിലെ കുട്ടിയെ മീര. നന്ദുവിനും അതിൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ട്. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അവള് ഞാൻ താലി കെട്ടിയ പെണ്ണാണെന്ന്.